പെരിയ കേസിലെ വിധി CPIഎമ്മിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. CPIഎം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്ന് തെളിഞ്ഞു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പ്രതിപട്ടികയിലെ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ നിയമ നടപടി ആരംഭിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. CPIഎമ്മിന്റെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണെന്ന കോടതി വിധി രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. CPIഎം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമെന്ന് തെളിഞ്ഞെന്നായിരുന്നു പ്രധാന നേതാക്കളുടെയെല്ലാം പ്രതികരണം. കൊന്നതും കൊല്ലിച്ചതും എങ്ങനെ കൊല്ലണമെന്ന് തീരുമാനിച്ചതും പ്രതികളെ ഒളിപ്പിച്ചതും ഉൾപ്പെടെ എല്ലാം CPIഎം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 10 പ്രതികളെ കുറ്റക്കാരില്ലെന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കുടുംബവുമായി ആലോചിച്ച് അതിനെതിരായി അപ്പീൽ പോകും. ഇത് കുടുംബവും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമായി ഞങ്ങൾ കാണും. ധാർമ്മികതയുടെ വിജയം കൂടിയാണ്. CPIഎമ്മിന് പങ്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പങ്കെന്ന് കോടതിക്കും CBIക്കും മുന്നിൽ പറയണമെന്ന് K. സുധാകരൻ. അന്വേഷണ ഏജൻസിയെ നമുക്ക് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി CBIക്ക് ഈ കേസ് കൊടുക്കാൻ തന്റേടം കാണിച്ച നട്ടെല്ല് കാണിച്ച ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് ഈ കേസിന്റെ പിറകിലും അതിന്റെ വിജയശില്പികൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രതികൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയതിൽ മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ MP. മുടക്കിയ തുക സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. CPIഎം കൊന്നതാണ് എന്നുള്ളതിന് ഇതിൽ പരം ഇനി തെളിവ് വേറെ വേണ്ട. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPIഎമ്മിന് ഒളിച്ചു മാറാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, ഈ പ്രതികളുടെ ഒക്കെ രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ 14 പേർക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്നത് CPIഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയം കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. മനുഷ്യനെ കൊല്ലുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPIഎം തയ്യാറാകണമെന്ന് KK രമ പറഞ്ഞു. വിധിയിൽ തൃപ്തരല്ലെന്നും സർക്കാർ പ്രതികൾക്കായി ഒത്തുകളിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും ആരോപിച്ചു. കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ട 10 പേർക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് KPCC തീരുമാനം. 24 തിരുവനന്തപുരം.